Hi friends, Relin's vlogിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റെലിൻ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് തന്നെയാണ്. ഇന്ന് നമ്മളൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബോട്ടിലെ ഒരു മീൻ കറി റെസിപ്പിയാണ്. എന്നുവെച്ചാൽ ഈ കടലിൽ പോകുന്ന ആളുകൾ കടലിൽ മീൻ പിടിക്കുമ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നൊരു മീൻ കറിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്കൊന്നും എല്ലാവർക്കും അറിയാൻ മതിയോ. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ മീൻ തന്നെയാണ്. എന്താ വെച്ചാൽ അപ്പോൾ തന്നെ കടലിൽ പിടിക്കുക, കുക്ക് ചെയ്യുക, അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജിതിൻ എന്ന് പറഞ്ഞിട്ട്. ആൾ ആലപ്പുഴക്കാരനാണ്. പുള്ളിക്ക് ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് റെസിപ്പി പറഞ്ഞത്. ആൾ ഈ ഫിഷിങ്ങായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഞാൻ താഴെ എൻ്റെ ചാനൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് വാച്ച്. അപ്പം ജിതിനാണ് എൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാൾ വൈഫാണ്. സോ അവർക്ക് രണ്ടുപേർക്കാണ് ചേച്ചി. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് രേഖപ്പെടുത്തുക, ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു കുക്ക്. ഇപ്പോൾ പരിപാടി തുടങ്ങാം. വലിയ ഉള്ളി 2 എണ്ണമാണ് വേണ്ടത്. ഞാൻ ചെറിയ ഉള്ളി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളി, ഒരു 3 പച്ചമുളകും, ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഒരു 2 തണ്ട് കരിവേപ്പില, ഒരു 10-20 വെളുത്തുള്ളി. കൃത്യമായിട്ട് എണ്ണിയിട്ടില്ല കേട്ടോ. പച്ചമുളക് ഉണ്ട്, വെളുത്തുള്ളി ഞാൻ അത്ര കൃത്യമായിട്ട് എണ്ണിയിട്ടില്ല. എന്നുവെച്ചാൽ ഇന്ന് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ക്യൂരിയോസിറ്റി ആയിരുന്നു കൂടുതൽ. അപ്പോൾ 2 തക്കാളി എടുക്കുക, ചെറുതായിട്ട് മുറിച്ച് വെക്കുക. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മീനാണ്, സൂതയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതുപോലെ മുറിച്ച് കിട്ടും. നല്ലോണം കഴുകി വൃത്തിയാക്കി വെക്കുക. തല നമ്മളെ ഫേവറേറ്റാണ്, മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് ഒരു ചീനച്ചട്ടി എടുക്കുക, അടുപ്പ് കത്തിക്കേണ്ട. അതിന് മുന്നേ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഫിഷ് മസാല. അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇനി തീ കത്തിക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അധികം ഇതാവണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ലാസ്റ്റ് തീ കത്തിക്കുന്നത് വെച്ചാൽ പൊടികളൊന്നും കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചൂടാക്കി വെക്കുക. ഒരു പരിപാടി ഉണ്ട്. പരിപാടി ഇതാണ്. ഈ ചൂടാക്കി എടുത്തിട്ടുള്ള നമ്മുടെ പൊടികളെ ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ച് വെക്കുക. നമ്മൾ പണ്ട് അമ്മയിൽ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് അരപ്പാക്കി വെക്കുക. ഓക്കെ, ഇനിയുള്ള പരിപാടി മൊത്തം മൺചട്ടിയിലാണ്. അപ്പോൾ വെള്ളം ഒന്ന് വറ്റട്ടെ, എന്നിട്ട് നമുക്ക് പ്രോസസ്സ് തുടങ്ങാം. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായിക്കോട്ടെ. അപ്പോൾ എണ്ണ ചൂടായി, നമുക്ക് കടുക് പൊട്ടിക്കാം. ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇടാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി, ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് വാടി തുടങ്ങിയാൽ നമുക്ക് ചെറിയുള്ളി നമ്മളൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ഉള്ളിയാണ് എടുത്തതെങ്കിൽ വലിയ ഉള്ളി എടുക്കുക, ഇതിടാം. ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കുക. ഉള്ളി ലേശം ഉപ്പിട്ട് കൊടുത്താൽ വേഗം വാടും. ലേശം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളി ഏകദേശം ഒന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് തക്കാളീൻ്റെ അകത്തേക്ക് ഇടാം. എന്നിട്ട് തക്കാളിയും കൂടിയും വാട്ടിയെടുക്കാം. അപ്പോൾ നല്ലോണം വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി മസാല അരപ്പാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് നല്ലോണം ഒന്ന് വേവാൻ വെക്കാം. ഞാനിതിലേക്ക് കുടംപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാടംപുളിയാണെങ്കിൽ വാടംപുളി ഉപയോഗിക്കാം. ഞാൻ കുടംപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു മീൻ മുങ്ങി വേവാനുള്ള രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് പതുക്കെ വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നല്ലോണം തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ സംഭവം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നായകൻ്റെ എൻട്രിയാണ്, സൂത. നമുക്കിത് പതുക്കെ ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഒന്ന് കറിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്കത് വേവാൻ വെക്കാം.
ഇതിൻ്റെ ഫ്ലേവർ അടിച്ച് തുടങ്ങി എൻ്റെ സാറേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. വായിലിങ്ങനെ കപ്പലോടും. അപ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണ മുകളിൽ പറന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് തീ ഓഫാക്കിയിട്ട് മൂടി വെക്കാം. അപ്പോൾ സംഭവം പൊടിയായിട്ടുണ്ട്, കളറായിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതാണ് നമ്മളെ ഫേവറേറ്റ് സാധനം, മീനിൻ്റെ തലക്കറി എന്ന് കേട്ടില്ല നിങ്ങൾ? നമ്മൾ ചോറെടുക്കുക, എന്നിട്ട് ചോറിൻ്റെ സൈഡിലേക്ക് ഇതിങ്ങനെ എടുത്ത് വെക്കുക, എന്നിട്ട് മീൻ ചാറും കൂടി അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് മുകളിങ്ങനെ പരുക. ഈ പുളിയൊക്കെ എടുത്ത് മാറ്റി വെച്ചോണ്ട് കേട്ടോ. പുളിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെയും പുളി കൂടി വരും. പുളി എടുത്ത് മാറ്റിക്കൊള്ളേ. അപ്പോൾ ചോറിനാ ഒരു കഷ്ണം മീനിങ്ങനെ എടുക്കുക, ചോറങ്ങോട്ട് വരുക, എന്നിട്ട് നേരെ അങ്ങോട്ട് കഴിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ബോട്ടിലെ മീൻ കറി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.